ഹലോ മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സൈലത്തിന്റെ മലയാള ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളെ ഈ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട SSLC പരീക്ഷയിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കാണുന്ന ഒരു ചോദ്യമാണ്. ഒരു essay ചോദ്യമാണ് ടീച്ചർ പറയാൻ പോകുന്നത് കേട്ടോ. ഏതാ ചോദ്യം എന്നറിയോ? ഏത് പാഠഭാഗത്തിലെ ചോദ്യം എന്നറിയാമോ? അമ്മ തൊട്ടിൽ എന്ന് പറയുന്ന നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റിലുള്ള 3ാമത്തെ പാഠഭാഗമാണ്. കവിതയാണ്. റഫീഖ് അഹമ്മദ് എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ്. അപ്പോൾ ഈ ചോദ്യം അല്ലെങ്കിൽ ഈ പാഠത്തു നിന്നുള്ള ഈ ഒരു ചോദ്യം അത് ഉപന്യാസമായിട്ട് ചോദിച്ചിട്ടുണ്ട്, പ്രഭാഷണം ചോദിച്ചിട്ടുണ്ട്, മുഖപ്രസംഗം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് 3 ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. എന്തിനെ കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്? വൃദ്ധരായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് അല്ലെ. അപ്പൊ വൃദ്ധരായിട്ടുള്ള ആളുകൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചുള്ള ഉപന്യാസമാവാം, പ്രഭാഷണമാവാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, മുഖപ്രസംഗമായിരിക്കാം. ഇത് 3ഉം ഈ പാഠത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സമകാലികമായിട്ടുള്ള സംഭവങ്ങളെ, നമ്മുടെ ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളെ ആധാരമാക്കിയിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്? ഈ പറയുന്ന 3 ചോദ്യ രീതികളും, പ്രഭാഷണമാണെങ്കിലും നമ്മുടെ ഏതാണെങ്കിലും ഉപന്യാസമാണെങ്കിലും അതേപോലെ തന്നെ മുഖപ്രസംഗമാണെങ്കിലും നമ്മളെ ചുറ്റും നടക്കുന്ന ഏതെങ്കിലും സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് ചോദിക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വൃദ്ധരുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പുതിയ കാലത്ത് നമുക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വന്ന വാർത്തയിൽ നമുക്കറിയാം, കുറെ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ ഭീകരമായിട്ടുള്ള എണ്ണം കൂടുതലാണ് വൃദ്ധസദനങ്ങളിൽ എത്തുന്ന വൃദ്ധരുടെ എണ്ണം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പോ അമ്പലങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്നു, നമ്മളുടെ വഴികളില് അല്ലെ, റോഡിന്റെ വഴികൾ സൈഡിലൊക്കെ ഇരുത്തി പോകുന്നു. അമ്പലത്തിലൊക്കെ ഇരുത്തിയിട്ട് അമ്മ വരാ അച്ചപ്പ വരാ എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾ പോയ മക്കളെ 10-20 വർഷമായിട്ട് അല്ലെ കാത്തിരിക്കുന്ന അമ്മമാരൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വൃദ്ധസദനങ്ങളിൽ എടുക്കുന്ന എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിത രീതികൾ മാറി, മുഴുവൻ ആളുകളും പുറത്തേക്ക് സെറ്റിൽ ആവാൻ പോകുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ അച്ഛനും അമ്മയും നാട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നു. ഇങ്ങനെ അനാഥമാക്കപ്പെടുന്ന വാർദ്ധക്യത്തെ കുറിച്ചൊരു ചോദ്യം ഉറപ്പായിട്ട് നമ്മളോട് ചോദിക്കും. നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയത്ത് നമ്മളുടെ സമകാലികമായിട്ടുള്ള സംഭവങ്ങൾ, വൃദ്ധരായിട്ടുള്ള ആളുകൾ നേരിടുന്ന സംഭവങ്ങളെ കുറിച്ച് നമ്മൾ എഴുതണം. അതേപോലെ തന്നെ എന്തെഴുതണം? നമ്മളുടെ പാഠഭാഗം അല്ലെ. ഇപ്പൊ വൃദ്ധരായിട്ടുള്ള ആളുകൾ നേരിടുന്ന പ്രശ്നം ഏത് പാഠവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? തീർച്ചയായും അമ്മ തൊട്ടിലുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ അമ്മ തൊട്ടിൽ എന്ന് പറയുന്ന കവിതയിൽ എന്താണ് പറയുന്നത്, അതിന്റെ പ്രധാനപ്പെട്ട ആശയം എന്താണെന്നൊക്കെ എന്ത് ചെയ്യണം? നമ്മള് ചോദ്യത്തിന് നമ്മൾ ഉൾപ്പെടുത്തണം. ഓക്കെ. അപ്പൊ എന്തായിരുന്നു അമ്മ തൊട്ടിൽ എന്ന് പറയുന്ന കവിതയിൽ പറയുന്നത്? റഫീഖ് അഹമ്മദ് എഴുതിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് അല്ലെ. അതായത് പിൻസീറ്റിൽ എത്രയ്ക്ക് നേരെ ഇരുത്തിയിട്ടും അമ്മ ഓരം ചരിഞ്ഞു മടങ്ങിയിരുന്നു അല്ലെ. അപ്പൊ പിൻസീറ്റിൽ നേരെ നിരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ അമ്മേനെ എന്ത് ചെയ്യാണ്? ഉപേക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് അല്ലെ. നമ്മുടെ സാധനങ്ങളൊക്കെ കളയാൻ കൊണ്ടുപോകുന്ന പോലെ സ്വന്തം അമ്മേനെ എന്ത് ചെയ്യാണ്? കളയാൻ കൊണ്ടുപോകുന്ന ഒരു മകനെയാണ് നമ്മൾ അമ്മത്തൊട്ടിൽ കണ്ടത് അല്ലെ. അമ്മയുടെ അവസ്ഥ എന്തായിരുന്നു? ശാരീരികമായിട്ടുള്ള അവസ്ഥ എങ്ങനെയായിരുന്നു? ചുള്ളിക്കമ്പ് പോലെയുള്ള കൈകളാണ് അല്ലെ. അതിങ്ങനെ നിരാതെ മാറോട് ചേർത്ത് വെച്ച് പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ട് അടച്ചു തുറന്നവർ എന്നാണ് പറയുന്നത്. കണ്ണടച്ചു തുറക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ് എന്ത് ചെയ്തത്? അത്ര ശാരീരികമായി ബുദ്ധിമുട്ടുള്ള ചുള്ളിക്കമ്പ് പോലെ ഇപ്പൊ തൊട്ടാ പൊട്ടിപ്പോന്ന് പറയുന്ന അവസ്ഥയിലുള്ള ശരീരം ജീർണിച്ച് അവശയായി ശ്വാസം എടുക്കുന്നുണ്ടെന്ന് മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ. അപ്പൊ അത്രയും വയ്യാത്ത അവസ്ഥയിലുള്ള അമ്മേനെയാണ് കളയാൻ കൊണ്ടുപോകുന്നത് അല്ലെ. ആദ്യം മോളിന്റെ അടുത്ത് കൊണ്ടുപോയി ഇറക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് എവിടെയാണ് കൊണ്ടുപോയി ഇറക്കാൻ ശ്രമിക്കുന്നത്? ഹോസ്പിറ്റലിന്റെ അടുത്ത് കൊണ്ടുപോയി ഇറക്കാൻ ശ്രമിക്കുന്നു, വിദ്യാലയ മുറ്റത്ത്, കോവിലിന്റെ മുറ്റത്ത്, ഇങ്ങനെ പല സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? മകൻ അമ്മയെ കൊണ്ടുപോയി ഇറക്കാൻ ശ്രമിക്കുന്നത് അല്ലെ. പിന്നീട് ചില്ലുകൾ ഉയർത്തുമ്പോൾ ഓർത്തു കരിമ്പടം അമ്മ വയറ്റത്ത് പറ്റിക്കിടക്കുന്ന ചൂട്, മുഷിവുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം അല്ലെ. കവിതയിൽ നമ്മൾ പഠിച്ചു. അപ്പൊ കാറിന്റെ ചില്ലുകൾ ഇങ്ങനെ ഉയർത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ചു കിടന്നതും അമ്മ തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും ഒക്കെ മകൻ ആലോചിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ അമ്മയെ അല്ലെ കളയാൻ കൊണ്ടുപോകുന്ന ഒരു മകനെയാണ് അമ്മത്തൊട്ടിൽ നമ്മൾ കണ്ടത്. അപ്പൊ ഈ ഒരു പാഠഭാഗത്തു നിന്നും എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള 3 ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. അപ്പൊ പ്രഭാഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗമാണ്. പ്രഭാഷണം നമ്മൾ ഒരാളോട് സംസാരിക്കുന്നതാണ് അല്ലെ. അപ്പൊ പ്രഭാഷണം എഴുതുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കണം? പ്രഭാഷണം എഴുതുന്ന സമയത്ത് നമ്മൾ അതിലൊരു അഭിസംബോധന ഉണ്ടായിരിക്കണം. എന്താ ഉണ്ടാവേണ്ടത്? അഭിസംബോധന ഉണ്ടായിരിക്കണം. അപ്പൊ അഭിസംബോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അഭിസംബോധന? അപ്പൊ മാന്യരെ, പ്രിയപ്പെട്ടവരെ എന്നൊക്കെ നമ്മൾ പറയില്ലേ.
അപ്പൊ അതാണ് അല്ലെ, ആ വാക്കിനെയാണ് അഭിസംബോധന എന്ന് പറയുക. അപ്പൊ അഭിസംബോധന ആവശ്യമാണ്. പിന്നെ പാഠഭാഗത്തെ ടീച്ചർ പറഞ്ഞ പോലെ പാഠഭാഗത്തെ ആശയത്തെ കൂട്ടുപിടിച്ചുള്ള രീതിയാണ്. എന്താണ് ആശയം എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ പ്രഭാഷണത്തിൽ കൊണ്ടുവരണം. സമകാലിക സംഭവങ്ങളുടെ വിലയിരുത്തൽ ഉണ്ടാവണം. നമ്മുടെ ചുറ്റുപാടും ഇപ്പോൾ വൃദ്ധരായിട്ടുള്ള ആളുകൾ നേരിട്ട പല പല പ്രശ്നങ്ങളുണ്ട് അല്ലെ. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ, ഇതൊരു ചിത്രമാണ്, നമ്മൾ കണ്ടു ഇത്തരത്തിലുള്ളൊരു സ്ത്രീ അല്ലെ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്, സ്വന്തം അമ്മേനെ ചവിട്ടിയും കുത്തിയും തൊഴിച്ചൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന വൈറലായ ഒരു വീഡിയോ ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെ സമകാലികമായിട്ടുള്ള പല സംഭവങ്ങളുണ്ടാവും വൃദ്ധർ നേരിടുന്ന, പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ അത്തരം സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യണം, എഴുതണം. അനുയോജ്യമായ ഭാഷാ ശൈലിയിലാണ് നമ്മൾ എഴുതേണ്ടത്. ദൃഢമായ എന്നാൽ ലളിതമായിട്ടുള്ള ഭാഷയിൽ എഴുതണം അല്ലെ. പിന്നെന്താണ്, പ്രസംഗമാണ് അല്ലെ, പ്രഭാഷണമാണ്. അപ്പോൾ വാക്കുകളൊക്കെ എന്ത് ചെയ്യണം, അത്തരത്തിൽ നമ്മൾ സംസാരിക്കുന്ന പോലെയാണ് നമ്മൾ എഴുതേണ്ടത്. ആർജവമുള്ളതായിരിക്കണം. അങ്ങനെ മനോഹരമായ രീതിയിൽ അവസാനത്തെ ഒരു പാരഗ്രാഫിൽ നമ്മൾക്ക് ആ വിഷയത്തോടുള്ള അഭിപ്രായമൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എഴുതേണ്ടത്. ഇനി ആസ്വാദനക്കുറിപ്പാണെങ്കിൽ എങ്ങനെ മുഖപ്രസംഗമാണെങ്കിൽ അല്ലെ, നമ്മളൊരു പത്രത്തിന്റെ മെയിൻ പത്രാധിപർ തയ്യാറാക്കുന്ന ഒരു ലേഖനത്തെയാണ് നമ്മൾ മുഖപ്രസംഗം എന്ന് പറയുക. തലക്കെട്ടുണ്ടായിരിക്കണം, പ്രശ്നത്തെ പാരഗ്രാഫുകളായി തിരിച്ചെഴുതണം അല്ലെ. ഈ ഭാഷ ഈ പറഞ്ഞതുപോലെ ഒരേപോലെയാണ് അല്ലെ, ശക്തമായിട്ടുള്ള ഭാഷയായിരിക്കണം, ലളിതമായിരിക്കണം, വിഷയത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെ. അവസാനത്തെ പാരഗ്രാഫിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ സ്വന്തം അഭിപ്രായമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പൊ അതൊക്കെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ടീച്ചർ എന്താണ് മുഖപ്രസംഗം, എന്താണ് പ്രഭാഷണം എന്നൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പഠിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതുമായി ബന്ധപ്പെടുന്ന പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതണം കേട്ടോ.